ബിജി നീ ഏജന്റ് ഒന്ന് പോകും. ബിജി നീ എന്നെ കുറിച്ചു എടോ ഞാൻ ഏജന്റ് ഒന്നുമല്ല. ഓക്കെ, എനിക്കിവിടെ പെണ്ണ് ബിസിനസ് ഒന്നുമില്ല കേട്ടോ. എനിക്ക് ആ പരിപാടിക്ക് ഞാൻ കൂട്ട് നിൽക്കില്ല. ഞാൻ എൻ്റെ ജീവിതം പോയി. എന്തിനാണ് നാട്ടിൽ കിടന്ന പാവപ്പെട്ട പെണ്ണുങ്ങളെ പിടിച്ചൊലിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ആണക്ക് കൊണ്ടുപോയി കൊടുക്കുന്നേ? ആ ശാപം നമുക്ക് കിട്ടും, നമ്മുടെ മക്കളെ അനുഭവിക്കും. എടോ ഈ ഇഷ്ടം പോലെ ദുബായിൽ മാത്രമല്ല ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പൈസയ്ക്ക് വേണ്ടി ആക്രാന്തം നടക്കുന്നത്. അവരേക്ക് നാട്ടിൽ നിന്ന് പാവപ്പെട്ട പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് എനിക്ക് അതിൻ്റെ ശാപമൊന്നും വേണം. എനിക്കുണ്ട് ഒരു മൂഡ്. ഓക്കെ, ഞാൻ ആ പരിപാടിക്ക് ചെറ്റപരിപാടിക്ക് കൂട്ടി നിൽക്കാറില്ല. ചെയ്യുന്ന ആൾക്കാർ കാണും, പെണ്ണുങ്ങൾക്ക് വിസ കൊടുത്തിട്ടും ഇവിടെ കൊണ്ടുവന്നിട്ട് പെണ്ണുങ്ങളെ പറഞ്ഞിട്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് കണ്ട് ആണുങ്ങളുടെ കാലിൻ്റെ ഇടയിൽ കിടത്താൻ എനിക്ക് അതിനോട് താല്പര്യമില്ല. ആ ജോലി എനിക്ക് താല്പര്യം ഞാൻ ചെയ്യേയില്ല. ഓക്കെ, ഞാൻ എൻ്റെ ശരീരം കളയും. മറ്റുള്ള പെണ്ണുങ്ങളുടെ ശരീരം കളഞ്ഞിട്ട് ഞാൻ സുഖിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല. അങ്ങനത്തെ കാശ് എനിക്ക് വേണ്ട. ഹെയർ ഓയിൽസ് അടിപൊളിയാണ്. വെയിറ്റ് ലോസ് റിങ് എല്ലാം സൂപ്പറാണല്ലോ ചേച്ചി. അതാണ് എന്തിനായിട്ടാ മറ്റുള്ള പെണ്ണുങ്ങളെ പിടിച്ചൊന്ന് അവരുടെ ശരീരം നമ്മൾ മറ്റുള്ള ആൾക്ക് കാഴ്ച വയ്ക്കണം? അവരെ വിറ്റിട്ട് നമ്മൾ തിന്നേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ആ പാവം പിടിച്ച പെണ്ണുങ്ങളെ വിറ്റിട്ട് അവർ കഷ്ടപ്പെടുന്ന പൈസ നമ്മളെന്തിനാ മേടിച്ച് തിന്നണ? അതിൻ്റെ ആവശ്യം എന്ത്? എനിക്ക് അവരോടൊന്നും ഇഷ്ടമല്ല. ഒരുപാട് ആൾക്കാർ അങ്ങനെയാ. കള്ളി കണ്ട പെണ്ണുങ്ങളെ വിറ്റ് കാശെടുത്ത് അവർ തിന്നും. ബ്ലാക്ക് ഡ്രസ് സൂപ്പർ. നിഷാനയ്ക്ക് ബുദ്ധിമുട്ടാവരുത് നിങ്ങൾ. നിഷാന എവിടെ കിടക്കുന്നു? ബിജി എവിടെ കിടക്കണം? എൻ്റെ ഏഴകത്തില്ല നിഷാന. ഓക്കെ, പിന്നെ നിഷാനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. കാരണം നിഷാനയ്ക്ക് വലിയ മുലയുണ്ടല്ലോ, ഞാൻ ഇഷ്ടപ്പെടും. പക്ഷെ എനിക്ക് അത്ര മുലയൊന്നുമില്ല. പക്ഷെ എനിക്കുള്ള മുലയാണെങ്കിൽ നല്ല അടിപൊളി മുലയാണ്. നിഷാനെ പോലെയല്ല ഈ ചക്ക വെട്ടിയിട്ട പോലെ തൂങ്ങി കിടക്കണമൊന്നുമില്ല. അത് ഓവർ. അത് ചേട്ടൻ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ മുഖം വെച്ചാൽ നിങ്ങൾ അമർന്നു പോകും. മനസ്സിലായോ? ഒരു മുല എന്ന് പറയുന്നത് മാക്സിമം നല്ല ഷേപ്പിലും ഇരിക്കണം. ഇതിങ്ങനെ പ്രാവിൻ്റെ ചോട്ടിൽ ചക്ക തൂങ്ങി കിടക്കുന്ന പോലെ കുറെ തൂങ്ങി കിടന്നിട്ട് ഈ രണ്ടിൻ്റെ അടിയിൽ മുഖം വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ചത്തുപോകും നിങ്ങൾ. ആണ് കാണിക്കുമുത്തേ അല്ലേ? ചത്തുപോകും. നിങ്ങളിവിടെ കിടത്തി നിങ്ങളൊന്നും ഇങ്ങനെ ആട്ടിക്കഴിഞ്ഞാൽ ഈ രണ്ട് മുല ആട്ടി നിങ്ങളുടെ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു പോകും. എന്തിനാ പണിക്ക് പോണേ? അതൊരു അമൃത്തി ഉണ്ടല്ലോ, നിങ്ങൾ ശ്വാസം മുടി ചത്തുപോകും. എന്തായാലും അത് കുടിക്കാനുള്ളതല്ലേ. എത്ര വലുതായാലും ചെറുതായാലും കുടിക്കാനുള്ള സംഭവം തന്നെ. അത് ഏത് ചെറുതിന്ന് കുടിച്ചാലും വലുതിന്ന് കുടിച്ചാലും സുഖങ്ങളെ കൊന്നെ. അത് ഇച്ചിരി വലുതുണ്ടായിട്ടോ ചെറുതുണ്ടായിട്ടോ ഒന്നും കാര്യമില്ല. എന്തായാലും നിങ്ങൾക്ക് പിടിച്ച് തിരിക്കാനും ഒന്നും ഇതാക്കാനാണ് അല്ലേ? വേറെ ഒന്നിനും അല്ലല്ലോ. ഓവറായാൽ എനിക്ക് കൊള്ളത്തില്ല, കയ്യിലൊന്നുമില്ല.